നമസ്കാരം. ടെസ്റ്റുകളുടെ പ്രാധാന്യത്തെപ്പറ്റി പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഓരോ അസുഖത്തിനും ഏത് ടെസ്റ്റുകൾ വേണം എന്നുള്ളത് നിങ്ങളെ ഡോക്ടേഴ്സ് കണ്ടതിന് ശേഷമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ചില വ്യക്തികളൊക്കെ ഏതായാലും ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്, എന്നാൽ കുറച്ച് ടെസ്റ്റുകളൂടെ ചെയ്തിട്ടങ്ങ് പോവാം എന്ന് പറഞ്ഞ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ലബോറട്ടറി പോയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ടെസ്റ്റ് ചെയ്ത് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആ ലാബുകാർ പറയുന്ന കുറേ ടെസ്റ്റുകൾ അടിച്ചു വിട്ട് ആ റിസൾട്ടുമായിട്ട് വരും. എന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ പറയാം അത് ചെയ്യാനായിട്ട് മടി കാണിക്കും. ഞാൻ ഓൾറെഡി ചെയ്തതാണ്, ഇനി ചെയ്യണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതിൽ പല ടെസ്റ്റുകളും നമുക്ക് ആവശ്യമുള്ളതുണ്ടാവില്ല, നമുക്ക് ആവശ്യമില്ലാത്ത അനവധി ടെസ്റ്റുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക, ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന രോഗികൾ ഇവിടെ വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു രോഗി പല ടെസ്റ്റുകളും ചെയ്തു, അതിൽ എല്ലാ ഹോർമോണുകളും പെട്ടിരുന്നില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് തൈറോയിഡിൽ TSH എന്ന് പറയുന്ന ടെസ്റ്റ് 0.0002 ആണ് വാല്യൂ കിട്ടിയത്. അത്രയും താഴ്ന്ന ലെവലിലേക്ക് വന്നിരിക്കുന്നു. അതിനർത്ഥം ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള ഒരു രോഗം അദ്ദേഹത്തിനുണ്ട്, തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷനുണ്ട്. പിന്നെ ക്ലിനിക്കൽ ഹിസ്റ്ററി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ വ്യക്തിയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 90 കിലോയോളം ഭാരമുണ്ടായിരുന്ന ആൾ 5-6 മാസത്തിനിടയ്ക്ക് ഇതൊരു 60 കിലോയിലേക്ക് കുറഞ്ഞു വെയിറ്റ്. മാത്രമല്ല നല്ല വിശപ്പ്, എത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറുന്നില്ല. തണുത്ത ഭക്ഷണങ്ങളോട് കൂടുതൽ ആസക്തി, ഇതെല്ലാം ടിപ്പിക്കലി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണക്കുറവ് തുടങ്ങിയിട്ടും 6 മാസമായി. ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഉദാഹരണ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ്, ഏത് ഹോർമോണാണെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ അതെല്ലാം നിങ്ങളുടെ ലൈംഗിക ശേഷിയെ ബാധിക്കും. എസ്പെഷ്യലി TSH കൂടിയാലും അമിതമായി കൂടിയാലും അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. തീരെ കുറഞ്ഞു കഴിയുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ പോകും. ഈ 2 അവസ്ഥയിൽ വന്നാലും അത് നിങ്ങളുടെ ലൈംഗിക ശേഷിയെ എല്ലാ തരത്തിലും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. ഇവിടെ നോക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ മാത്രം ചെയ്യാം, അല്ലാത്തത് ചെയ്യാതിരിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.